യുഗങ്ങൾക്ക് മുൻപ് പുരാതന ദൈവങ്ങൾ ലോകം ഭരിച്ചിരുന്ന കാലത്ത് ഗിൽഗമേഷ് എന്നൊരു ശക്തനായ സുമേറിയൻ രാജാവുണ്ടായിരുന്നു. മെസൊപ്പൊട്ടേമിയയിലെ ഉറുക്ക് എന്ന മഹാനഗരത്തിൻ്റെ അധിപനായിരിക്കെ ഗിൽഗമേഷ് അതിമനോഹരമായ സിഗുറാത്ത് ക്ഷേത്രങ്ങൾ പണിതു. തൻ്റെ നഗരത്തെ ഉയരമുള്ള മതിലുകൾ കൊണ്ട് വലയം ചെയ്തു. കൂടാതെ അപൂർവമായ പഴങ്ങൾ നിറഞ്ഞ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു. എന്നാൽ ഗിൽഗമേഷ് സാധാരണ മനുഷ്യനായിരുന്നില്ല. അവൻ പുരോഹിത രാജാവായ ലുഗൽബന്ദയുടെയും നിൻസുൻ ദേവിയുടെയും പുത്രനായ ഒരു അർദ്ധദേവനായിരുന്നു. എല്ലാ മനുഷ്യരെക്കാളും ഉയരമുള്ള ഉത്തമമായ ശരീരപ്രകൃതിയായിരുന്നു ഗിൽഗമേഷിന്. അതിമനോഹരമായ ശരീര സൗന്ദര്യവും അസാധാരണമായ ശാരീരിക കരുത്തും അവനുണ്ടായിരുന്നു. അവനൊരു അർദ്ധദേവനും സാധാരണ മനുഷ്യരെക്കാൾ ആയുസ്സുള്ളവനുമായിരുന്നിട്ടും ഗിൽഗമേഷ് മരണമില്ലാത്തവനല്ലായിരുന്നു. എന്നിരുന്നാലും അവൻ്റെ കരുത്തും അധികാരവും അവനെ അഹങ്കാരിയാക്കി മാറ്റിയിരുന്നു. ആരെയും കൂസാത്ത ഗർവിഷ്ഠനായ ഒരു ഏകാധിപതിയായി അവൻ പെരുമാറി. രാജാധികാരം അവൻ ദുരുപയോഗം ചെയ്തു. താൻ ദൈവതുല്യം ആരാധിക്കപ്പെടണമെന്ന് അവൻ ആഗ്രഹിച്ചു. തൻ്റെ കീർത്തിക്കായി സ്മാരകങ്ങൾ പണിയാൻ അവൻ കൽപ്പിച്ചു. തൻ്റെ കണ്ണിൽപ്പെട്ട ഏതൊരു സ്ത്രീയെയും, അവർ കുലീനകളോ വിവാഹിതകളോ ആകട്ടെ, അവൻ സ്വന്തമാക്കാൻ ശ്രമിച്ചു. ഉറുക്കിലെ ജനങ്ങൾ ക്രമേണ രാജാവിനെ വെറുക്കാൻ തുടങ്ങി. തങ്ങളെ ഗിൽഗമേഷിൻ്റെ ക്രൂരതയിൽ നിന്നും അധാർമികതയിൽ നിന്നും രക്ഷിക്കണമെന്ന് അവർ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു. ആകാശത്തിൻ്റെ അധിപനായ അനുദേവന് മനുഷ്യരോട് കരുണ തോന്നി. ഗിൽഗമേഷിന് തുല്യനായ ഒരു പ്രതിയോഗിയെ സൃഷ്ടിക്കാൻ സസ്യങ്ങളുടെ ദേവിയായ അരൂരുവിനോട് അദ്ദേഹം കൽപ്പിച്ചു. അല്പം കളിമണ്ണെടുത്ത് ദേവി അരൂരു ഒരു സങ്കരജീവിക്ക് രൂപം നൽകി. മനുഷ്യനും മൃഗവും ചേർന്ന് എൻകിഡു എന്ന സത്വം. രോമനിബിഡമായ ശരീരവും തലയിൽ കാളക്കൊമ്പുകളും അവനുണ്ടായിരുന്നു. സുമേറിയയിലെ കാടുകളിലും സമതലങ്ങളിലും എൻകിഡു ഒരു മൃഗത്തെപ്പോലെ ജീവിച്ചു. മാനുകൾക്കൊപ്പം അവൻ പുല്ല് തിന്നു. സിംഹങ്ങൾക്കൊപ്പം ചേർന്ന് പുഴകളിൽ നിന്ന് വെള്ളം കുടിച്ചു. എല്ലാ മൃഗങ്ങളും എൻകിഡുവിനെ അറിയുകയും അനുസരിക്കുകയും ചെയ്തു. അവൻ വന്യജീവികളുടെ സംരക്ഷകനായി. എന്നാൽ മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് അപ്പോഴും അവൻ അറിയില്ലായിരുന്നു. കാട്ടിൽ വിരാജിക്കുന്ന കരുത്തനായ ഒരുവനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഗിൽഗമേഷ് ഉറുക്കിലെ ക്ഷേത്ര നർത്തകിയായ ഷംഹത്തിനെ അവൻ അടുത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. ആ നിഗൂഢ മനുഷ്യനെ വശീകരിക്കാനും ദേവി നൽകിയ അവൻ്റെ പവിത്രത ഇല്ലാതാക്കാനുമായിരുന്നു ഈ നീക്കം. അതിസുന്ദരിയായ ഷംഹത്തിനെ കണ്ട മാത്രയിൽ തന്നെ എൻകിഡുവിന് അവളിൽ മോഹം തോന്നി. അവൻ വേഗത്തിൽ അവളുമായി പ്രണയത്തിലായി. 7 നാളും 7 രാവും നീണ്ട പ്രണയലീലകൾക്ക് ശേഷം എൻകിഡു പരിഷ്കൃതനായി. അവൻ വസ്ത്രം ധരിക്കാനും മനുഷ്യരെപ്പോലെ ഭക്ഷണം കഴിക്കാനും പഠിച്ചു. പിന്നീട് ഗിൽഗമേഷിൻ്റെ ഭരണത്തെക്കുറിച്ചും അവൻ്റെ ക്രൂരതകളെക്കുറിച്ചും ഷംഹത്ത് അവനോട് പറഞ്ഞു. ആ പകൽ ഉറുക്കിൽ ഒരു വലിയ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ പതിവ് പോലെ ഗിൽഗമേഷ് അവിടേക്ക് വന്ന് വധുവിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. വധുവിനും വരനും ആശ്വാസം നൽകിക്കൊണ്ട് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് എൻകിഡു മുന്നോട്ട് വന്നു. ഷംഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവൻ നഗരത്തിലെത്തിയിരുന്നു. വിവാഹകാര്യത്തിൽ ഇടപെടുന്നതിന് ചൊല്ലി ഗിൽഗമേഷും എൻകിഡുവും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായി. തൻ്റെ ജീവിതത്തിൽ ആദ്യമായി തന്നെ എതിർക്കാൻ കഴിയുന്ന ഒരാളെ ഗിൽഗമേഷ് കണ്ടുമുട്ടി. ഇതവനെ പ്രകോപിപ്പിച്ചു. അടക്കാനാവാത്ത ക്രോധത്തിൽ 2 ഭീമന്മാർ മുഖാമുഖം നിൽക്കുന്നത് കണ്ട് ജനം ഭയന്നു വിറച്ചു. ഗിൽഗമേഷിൻ്റെ ആദ്യ പ്രഹരത്തോടെ ഇരുവരും പോരാട്ടം ആരംഭിച്ചു. 7 ദിവസം നീണ്ട പോരാട്ടത്തിൽ നഗരത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും കൃഷിയിടങ്ങളും തകർന്നു. ആ ഭീമന്മാരുടെ ഓരോ പ്രഹരവും 5 മനുഷ്യപ്പോരാളികളെ കൊല്ലാൻ പോന്നതായിരുന്നു. എന്നാൽ ആരും തോൽക്കാൻ തയ്യാറാവാതായതോടെ അവർ പരസ്പരം കരുത്തിനെ ബഹുമാനിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും ഒടുവിൽ ഗിൽഗമേഷ് എൻകിഡുവിനെ വീഴ്ത്തി. എന്നാൽ അവനെ കൊല്ലുന്നതിന് പകരം ഗിൽഗമേഷ് കൈനീട്ടി എൻകിഡുവിനെ എഴുന്നേൽക്കാൻ സഹായിച്ചു. 2 പേരും ആ പോരാട്ടത്തിൽ അഭിമാനിക്കുകയും പരസ്പരം ആലിംഗനം ചെയ്യുകയും ചെയ്തു.
അങ്ങനെ അവർ ഉറ്റ സുഹൃത്തുക്കളായി. അന്നു മുതൽ ഗിൽഗമേഷ് കൂടുതൽ നീതിമാനായ രാജാവായി മാറുകയും ജനങ്ങളെ ഉപദ്രവിക്കുന്നത് നിർത്തുകയും ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിൽ ഗിൽഗമേഷും എൻകിഡുവും അറിയപ്പെടാത്ത പല നാടുകളിലൂടെയും യാത്ര ചെയ്തു. അവിടെ അവർ രാക്ഷസന്മാരെയും വീരന്മാരെയും തോൽപ്പിച്ച് പല സാഹസികതകളും നടത്തി. എന്നാൽ ഒരു ചിന്ത ഗിൽഗമേഷിൻ്റെ മനസ്സിൽ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. തങ്ങൾ രണ്ടുപേരും പ്രായമാവുകയാണെന്നും ഒരു ദിവസം തങ്ങൾക്ക് മരണത്തെ നേരിടേണ്ടി വരുമെന്നും അവൻ അറിയാമായിരുന്നു. തങ്ങളുടെ പേരുകൾ അനശ്വരമാക്കാൻ സീഡർ വനത്തിലേക്ക് യാത്ര ചെയ്യാൻ ഗിൽഗമേഷ് എൻകിഡുവിനോട് ആവശ്യപ്പെട്ടു. അവിടെ ശക്തിമാനായ ഹുംബാബ എന്ന രാക്ഷസൻ വസിച്ചിരുന്നു. ദൈവങ്ങൾ പോലും ബഹുമാനിക്കുന്ന ഭീകരമായ ജീവിയായിരുന്നു അത്. അവനെ തങ്ങൾക്ക് വധിക്കാനായാൽ തങ്ങളുടെ പുകഴ് എക്കാലവും നിലനിൽക്കുമെന്ന് ഗിൽഗമേഷ് വിശ്വസിച്ചു. ഹുംബാബ ഒരിക്കലും വനം വിട്ടുപോയിരുന്നില്ല. രാക്ഷസനായ ഹുംബാബയെ കണ്ടപ്പോൾ ആ അർദ്ധദേവന്മാർ പേടിച്ച് വിറച്ചുപോയി. അത്രയും ഭീകരമായൊരു ജീവിയെ അവർ മുൻപ് കണ്ടിരുന്നില്ല. ധൈര്യം സംഭരിച്ച് ഗിൽഗമേഷ് തൻ്റെ കോടാലി ഉപയോഗിച്ച് അവനെ ആക്രമിച്ചു. കുറച്ചു ശ്രമങ്ങൾക്ക് ശേഷം അവൻ രാക്ഷസനെ മുറിവേൽപ്പിച്ചു. എൻകിഡു ഒരു കുന്തം ഉപയോഗിച്ച് ഹുംബാബയുടെ തൊണ്ടയിൽ മാരകമായി കുത്തി ആ ഭീകരമായ പോരാട്ടം അവസാനിപ്പിച്ചു. മരിക്കുന്നതിനു മുൻപ് തങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ശിക്ഷയായി തങ്ങളിൽ ഒരാൾ മരിക്കുമെന്ന് ഹുംബാബ അവരെ ശപിച്ചു. ഗിൽഗമേഷും എൻകിഡുവും വലിയൊരു കാര്യം സാധിച്ചുവെങ്കിലും ഹുംബാബയുടെ മരണം ദൈവങ്ങളെ ചൊടിപ്പിച്ചിരുന്നു. ഗിൽഗമേഷും എൻകിഡുവുമാകട്ടെ ഉറുക്ക് നഗരത്തിലേക്ക് മടങ്ങി അവിടെ അവർ തങ്ങളുടെ വിജയം ആഘോഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആഘോഷത്തിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു അതിഥിയെത്തി. പ്രണയം, സൗന്ദര്യം, യുദ്ധം എന്നിവയുടെ ദേവതയായ ഇഷ്താർ ഗിൽഗമേഷിൻ്റെ സൗന്ദര്യത്തിലും കരുത്തിലും ആകൃഷ്ടയായി. അവനെ തൻ്റെ കാമുകനാക്കാൻ അവൾ തീരുമാനിച്ചു. അവളുടെ അതിശക്തമായ സൗന്ദര്യമുണ്ടായിരുന്നിട്ടും ഗിൽഗമേഷിനെ വശീകരിക്കാൻ ഇഷ്താറിന് കഴിഞ്ഞില്ല. ഇഷ്താറിൻ്റെ മറ്റ് കാമുകന്മാരെല്ലാം ദാരുണമായി മരിച്ചുവെന്ന് തനിക്കറിയാമെന്ന് പറഞ്ഞ് അവൻ അവളെ നിരസിച്ചു. ഗിൽഗമേഷിൻ്റെ അഹങ്കാരത്തിൽ കോപിഷ്ഠയായ ഇഷ്താർ പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്തു. തൻ്റെ പിതാവായ അനൂദേവനോട് സഹായം ചോദിച്ച ഇഷ്താർ ഗിൽഗമേഷിനെയും എൻകിഡുവിനെയും കൊല്ലാൻ ഏറ്റവും ശക്തമായ ജീവിയെ അയക്കാൻ അപേക്ഷിച്ചു. ഉറുക്ക് നഗരത്തെയും ഗിൽഗമേഷിനെയും നശിപ്പിക്കാൻ അനൂദേവൻ സ്വർഗത്തിലെ കാളയെ ഭൂമിയിലേക്ക് അയച്ചു. സ്വർഗത്തിൽ നിന്ന് വന്ന ആ കാള ക്ഷാമവും ചുഴലിക്കാറ്റും ഭൂകമ്പവും പോലുള്ള പ്രകൃതി ദുരന്തങ്ങളും കൊണ്ടുവന്നു. ഉറുക്കിലെ ജനങ്ങൾ ആ സ്വർഗീയ മൃഗത്തെ നശിപ്പിക്കണമെന്ന് ഗിൽഗമേഷിനോടും എൻകിഡുവിനോടും അപേക്ഷിച്ചു. ആ അർദ്ധദേവന്മാരും ശക്തനായ കാളയും തമ്മിലുള്ള പോരാട്ടം മെസൊപ്പൊട്ടേമിയയെ മുഴുവൻ വിറപ്പിച്ചു. ഹുംബാബയെ തോൽപ്പിക്കാൻ ഉപയോഗിച്ച അതേ ആയുധങ്ങൾ ഉപയോഗിച്ച് ഗിൽഗമേഷും എൻകിഡുവും ചേർന്ന് കാളയെ വധിച്ചു. തൻ്റെ വിജയത്തിൻ്റെ അടയാളമായി ഗിൽഗമേഷ് കാളയുടെ ഒരു കാൽ മുറിച്ചെടുത്ത് ദൂരെ നിന്ന് യുദ്ധം കണ്ടുകൊണ്ടിരുന്ന ഇഷ്താർ ദേവിയുടെ കാലുകൾക്കരികിലേക്കെറിഞ്ഞു. ഇഷ്താർ മാത്രമല്ല, മറ്റ് ദൈവങ്ങളും ഗിൽഗമേഷിനും എൻകിഡുവിനുമെതിരെ തിരിയുകയും അവരെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. നടന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം എൻകിഡു മരിക്കണമെന്ന് ദൈവങ്ങൾ തീരുമാനിച്ചു. ഗിൽഗമേഷിന് കാളയെ കൊല്ലാൻ വേണ്ടി അതിനെ കൊമ്പിൽ പിടിച്ചു നിർത്തിയത് എൻകിഡു ആയതുകൊണ്ടാണ് ഈ വിധി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എൻകിഡു കടുത്ത രോഗബാധിതനാവുകയും തൻ്റെ മരണം അടുത്തെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തൻ്റെ ഉറ്റ സുഹൃത്തിനെ ആ അവസ്ഥയിൽ കണ്ട ഗിൽഗമേഷ് പരിഭ്രാന്തനാവുകയും രാജ്യത്തെ മികച്ച ഭിഷഗ്വരന്മാരോട് ചികിത്സ തേടുകയും ചെയ്തു. എന്നാൽ ഫലമുണ്ടായില്ല. ഗിൽഗമേഷിൻ്റെ കൈകളിൽ കിടന്ന് എൻകിഡു വേദനയോടെ മരിച്ചു. ഗിൽഗാമേഷ് ദിവസങ്ങളോളം വിതുമ്പിക്കരഞ്ഞു. എൻകിഡുവിൻ്റെ മരണം ഗിൽഗമേഷിനെ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് ഓർത്തുള്ള ഭയത്തിലേക്ക് തള്ളിയിട്ടു. തൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ഭയം മരണത്തെ കീഴ്പ്പെടുത്താനും എൻകിഡുവിനെ തിരിച്ചു കൊണ്ടുവരാനുമുള്ള വഴി കണ്ടെത്താൻ അതവനെ പ്രേരിപ്പിച്ചു. ഒരു മഹാപ്രളയത്തെ അതിജീവിച്ച് ദൈവങ്ങളിൽ നിന്ന് അമരത്വം ലഭിച്ച ഉത്നപിഷ്ടിമിനെ കണ്ടെത്താൻ അവൻ മലകളും മരുഭൂമികളും കടന്ന് ദൂരേക്ക് യാത്ര ചെയ്തു. വള്ളക്കാരനായ ഉർഷാ നബിയുടെ സഹായത്തോടെ
ഗിൽഗമേഷ് വിഷജലമുള്ള ഒരു വലിയ തടാകം കടന്ന് ഒടുവിൽ അമരനായ ഉത്നപിഷ്ടിമിൻ്റെ അരികിലെത്തി. എന്നാൽ ദൈവങ്ങൾക്ക് മാത്രമേ നിത്യജീവൻ നൽകാൻ കഴിയൂ എന്ന് ഉത്നപിഷ്ടിം അവനോട് പറഞ്ഞു. ഗിൽഗമേഷിൻ്റെ നിരാശയ്ക്ക് കാരണമായെങ്കിലും കടലിൻ്റെ അടിത്തട്ടിൽ ഒരു അത്ഭുതകരമായ സസ്യമുണ്ടെന്നും അത് കഴിക്കുന്നവർക്ക് യൗവനം തിരിച്ചു കിട്ടുകയും ആയുസ് വർദ്ധിച്ച് അവർ അമരനായി തീരുകയും ചെയ്യുമെന്നും അദ്ദേഹം അയാളോട് പറഞ്ഞു. ഏറെ നാൾ തിരഞ്ഞ് ഒടുവിൽ ഗിൽഗമേഷ് ആ ചെടി കടലിനടിയിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ കരയിലെത്തിയപ്പോൾ തൻ്റെ യാത്രയുടെ ക്ഷീണം തീർക്കാൻ കുളിക്കാനായി ഒരു തടാകക്കരയിൽ അത് അയാൾ വെച്ചു. അപ്പോൾ ഭയാനകമായ ഒന്ന് സംഭവിച്ചു. ചെടിയുടെ ഗന്ധത്തിൽ ആകൃഷ്ടനായ ഒരു പാമ്പ് അത് ഭക്ഷിച്ചു. എന്ത് സംഭവിച്ചുവെന്ന് ഗിൽഗമേഷ് അറിഞ്ഞപ്പോഴേക്കും വൈകിയിരുന്നു. പാമ്പ് യൗവനം വീണ്ടെടുത്തതിൻ്റെ അടയാളമായി അതിൻ്റെ ഉരിഞ്ഞ തൊലി അയാൾ കണ്ടു. എത്ര ശക്തനും സമ്പന്നനുമാണെങ്കിലും ആർക്കും മരണത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന സത്യം ഗിൽഗമേഷ് മനസ്സിലാക്കുകയും തൻ്റെ അന്ത്യത്തെ സ്വീകരിക്കാൻ അയാൾ തയ്യാറാവുകയും ചെയ്തു. അവൻ ഉറുക്കിലേക്ക് മടങ്ങി. തൻ്റെ നഗരം എത്ര മനോഹരമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അവസാനിക്കുന്നതിന് മാത്രമേ ഭംഗിയുള്ളൂവെന്ന് അയാൾ തിരിച്ചറിയുകയായിരുന്നു. ഒരു നല്ല രാജാവെന്ന നിലയിലുള്ള തൻ്റെ കീർത്തിയായിരിക്കും തനിക്ക് നേടാവുന്ന ഏറ്റവും വലിയ അനശ്വരത എന്ന് അയാൾ മനസ്സിലാക്കി.